മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി. കാണി സംസ്കാരത്തിന്റെ വികാസ പരിണാമങ്ങളിൽ നിരവധി അർത്ഥങ്ങൾ നേടുന്ന പദമാണ് കാണി. മലയാളിയുടെ കാർഷിക സംസ്കാരവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട വിഷു ആഘോഷത്തിൽ കണി കാണുന്നയാളെ കാണി എന്ന് വിളിക്കും. പുലർച്ചെയുള്ള ആദ്യ കാഴ്ച വരാനിരിക്കുന്ന ഒരു വർഷത്തെ മുഴുവൻ ഐശ്വര്യത്തെയും നിർണയിക്കുന്നു എന്നാണ് വിശ്വാസം. ആയുധവിദ്യയിലേക്ക് വരുമ്പോൾ തോക്കിന്റെ കുഴലിനറ്റത്ത് ഉന്നം പിടിക്കാൻ സഹായിക്കുന്ന ഭാഗത്തിനും കാണി എന്ന് പറയാറുണ്ട്. ഇത് കേവലം ഒരു കാഴ്ചയല്ല, മറിച്ച് ലക്ഷ്യത്തിലേക്കുള്ള ഏകാഗ്രതയുടെയും കൃത്യതയുടെയും അടയാളമാണ്. ലക്ഷ്യവും കണ്ണും തോക്കിന്റെ കാണിയും നേർരേഖയിൽ വരുമ്പോഴാണ് ഒരാൾ മികച്ച വേട്ടക്കാരനോ പോരാളിയോ ആകുന്നത്. ഇവിടുത്തെ കാണി എന്നത് പുറം ലോകത്തെ നോക്കാനുള്ള ജാലകം മാത്രമല്ല, ലക്ഷ്യത്തിലേക്കുള്ള ദൂരത്തെ ഇല്ലാതാക്കുന്ന ബിന്ദു കൂടിയാണ്. കലയുടെയും സാഹിത്യത്തിന്റെയും ലോകത്ത് കാണി എന്ന പദത്തിന് ആഴത്തിലുള്ള മാനങ്ങളുണ്ട്. ഗ്രീക്ക് പുരാണത്തിലെ നാർസിസ് എന്ന കഥാപാത്രം തന്റെ പ്രതിബിംബത്തെ നോക്കി നിന്ന് സ്വയം നഷ്ടപ്പെട്ട ഒരു കാണിയാണ്. സ്വന്തം സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ അയാൾ ഒരേ സമയം കാണുന്നവനായും കാണപ്പെടുന്ന വസ്തുവായും മാറുന്ന വിചിത്രമായ അവസ്ഥ അവിടെ നടക്കുന്നു. രംഗകലകളിലേക്ക് വരുമ്പോൾ കാണിയുടെ പങ്ക് പ്രസക്തമാണ്. തന്മയീഭാവമാണ് കാണിയെ കാഴ്ചവസ്തുവുമായി ബന്ധിപ്പിക്കുന്ന ഘടകം. ഇതിനു വിരുദ്ധമായി കാണി വൈകാരികമായി ഒഴുകിപ്പോകാതെ ബുദ്ധിപരമായ ഒരകലം പാലിച്ച് കലയെ വിലയിരുത്തണം എന്ന കാഴ്ചപ്പാടിലാണ് സി.ജെ. തോമസ് 1128 ക്രൈം 27 എന്ന നാടകം രചിച്ചിരിക്കുന്നത്. കാണിക്കുണ്ടാകുന്ന തന്മയീഭാവത്തിന്റെ സാധ്യതകളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നാടകം അവതരിപ്പിക്കുന്നത്. കാണിക്ക് കഥാപാത്രവുമായി താദാത്മ്യം സംഭവിച്ചില്ലെങ്കിലും നാടകം വിജയിക്കുമെന്ന് സി.ജെ. വ്യക്തമാക്കുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ച കാണി എന്ന സങ്കല്പത്തിലും മാറ്റങ്ങൾ വരുത്തി. റേഡിയോ യുഗത്തിലെ ശ്രോതാക്കൾ ടെലിവിഷന്റെയും സിനിമയുടെയും വരവോടെ കാണികളായി പരിണമിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൃശ്യകലാരൂപങ്ങളുടെ ആസ്വാദകരെ കാണി എന്ന് വിളിക്കും. സ്പെക്ടേറ്റർ എന്ന ഇംഗ്ലീഷ് പദത്തിന് സമാനമായി കാണി എന്ന വാക്ക് ഉപയോഗിച്ചു വരുന്നുണ്ട്. പൊതുപരിപാടിയുടെ കാഴ്ചക്കാരെയാണ് സ്പെക്ടേറ്റർ എന്ന് വിളിക്കുന്നത്. കാണികൾക്ക് മുന്നിലാണ് കാഴ്ച ദൃശ്യമാകുന്നത്. വായന ഒരു ദൃശ്യാനുഭവമാണെന്ന് തിരിച്ചറിഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ വായനക്കാരെ പ്രിയപ്പെട്ട കാണികളെ എന്ന് അഭിസംബോധന ചെയ്യുന്നു. എഴുത്തുകാരൻ വാക്കുകളിലൂടെ സൃഷ്ടിക്കുന്ന ലോകത്തെ വായനക്കാരൻ തന്റെ മനക്കണ്ണിൽ ദർശിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെയാണ് ബഷീർ ഇതിലൂടെ ആവിഷ്കരിച്ചത്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും